മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരത്തിന് മുമ്പിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ നിൽക്കുകയാണ്. രോഗബാധിതനായി കഴിഞ്ഞ കുറേ നാളുകളായി അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. എല്ലാ തരത്തിലും എല്ലാ ചികിത്സകളുടെയും പിൻബലത്തോടെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമമാണ് നടന്നത്. അത് പരാജയപ്പെട്ട ഇടത്താണ് അല്പം മുമ്പ് വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത മെഡിക്കൽ ബുള്ളറ്റിൻ വ്യസന സമേതം അറിയിച്ചത്. മുഖ്യമന്ത്രി അടക്കമുള്ള CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ CPIMൻ്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അടക്കമുള്ള, അതുപോലെ തന്നെ മുതിർന്ന നേതാവ് S. രാമചന്ദ്രൻ പിള്ള, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കളൊക്കെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അല്പം മുമ്പ് MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചത്. തുടർന്ന് അങ്ങോട്ട് പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും ഒക്കെ എങ്ങനെയാണ് CPIMും അതുപോലെ തന്നെ VSൻ്റെ കുടുംബാംഗങ്ങളും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി പറയുകയുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു വലിയ വാർത്തയ്ക്ക് മുമ്പിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ നിൽക്കുന്നു. കൈരളി ന്യൂസിലൂടെ ഞങ്ങളും അത് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIMൻ്റെ സ്ഥാപക നേതാവ് എന്ന നിലയിൽ നമുക്കറിയാം 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിലൂടെ CPIM രൂപീകൃതമാകുന്ന ആ കാലം, ആ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നവരിൽ ജീവിച്ചിരുന്ന ഏക നേതാവായിരുന്നു VS. പിന്നീടാണ് CPIMൻ്റെ രൂപീകരണം 64 ഉണ്ടാകുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് CPIMനെ കെട്ടിപ്പടുക്കുന്നതിൽ അഹോരാത്രം പണിയെടുത്ത അതിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള VSൻ്റെ വിയോഗമാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിപുലമായ രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം അത് ആകെയും അടയാളപ്പെടുത്തുകയാണ് കൈരളിയുടെ സ്ക്രീനിലൂടെ. അദ്ദേഹത്തിനുള്ള ആദരവായി തന്നെ വളരെ ശക്തമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ കാലങ്ങളിൽ രാജവാഴ്ചയ്ക്കെതിരെ പോരാടി പുന്നപ്ര വയലാറിൻ്റെ ഭാഗമായി പുന്നപ്രയുടെ സമരനായകനാണ് VS എന്നുള്ളത് കൂടിയുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിലൂടെ പടനയിച്ച് പോരാടി കേരളത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് വഴികളിലേക്ക് കൊണ്ടുവന്ന തലമുറകൾ നെഞ്ചേറ്റുന്ന ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റിത്തീർത്ത ആ വലിയ പോരാട്ടത്തിൻ്റെ പേരുകളിൽ അതുല്യനായ വളരെ ശക്തമായ ഒരു സാന്നിധ്യവും പേരും തന്നെയാണ് VS അച്യുതാനന്ദൻ. സ്വാതന്ത്ര്യ സമരസേനാനി, പുന്നപ്ര വയലാർ സമരനായകൻ തുടങ്ങി ഇങ്ങോട്ട് അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായി തുടർന്ന് അതിനുശേഷം CPIMൻ്റെ രൂപീകരണത്തിൻ്റെ സ്ഥാപക നേതാവ് എന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ച VS ആണ്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളത്രയും കേരളത്തിൻ്റെ വളർച്ചയിൽ, പുരോഗമനത്തിൽ, മുന്നേറ്റത്തിലൊക്കെ VSൻ്റെ അതിശക്തമായ സാന്നിധ്യവും പങ്കാളിത്തവും ഇടപെടലും ഒക്കെ പല നിലകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും LDF കൺവീനറായും ഒക്കെ അദ്ദേഹം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ, പൊതുജീവിതത്തിലാകെയും അങ്ങനെ നിറഞ്ഞു നിന്ന എത്രയോ പതിറ്റാണ്ടുകൾ, ആ പതിറ്റാണ്ടുകളൊക്കെയും നിരവധി അനുഭവങ്ങളും ഓർമ്മകളുമായി ഇനി മലയാളിക്ക് മുമ്പിലേക്ക് വന്നിറങ്ങുന്ന സമയങ്ങളാണ്, മണിക്കൂറുകളാണ്. ഒരു വലിയ പോരാട്ട ജീവിതത്തിൻ്റെ അന്ത്യം ഈ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടെ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ, മരണത്തോടെ സംഭവിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം അവശേഷിപ്പിക്കുന്ന അവിസ്മരണീയമായ പോരാട്ടങ്ങളുടെ, ചരിത്രപരമായ സംഭാവനകളുടെ മികവുകളെ ഓരോന്നായി ഓർക്കുന്ന ഒരു കാലത്തിലൂടെ, സമയത്തിലൂടെ കടന്നു പോകുന്ന സമയം കൂടി ആണ്.